ഹലോ നമസ്കാരം, ഞാൻ ഉല്ലാസ് അക്കോട്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരു ബിസിനസ്സിൽ വർക്കിംഗ് ക്യാപിറ്റൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. സിമ്പിളായി പറഞ്ഞാൽ ഒരു കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യത്തിന്റെ പ്രധാന ഇൻഡിക്കേറ്ററാണ് വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ പ്രവർത്തന മൂലധനം. കാരണം അത് ഒരു കമ്പനിയുടെ ഹ്രസ്വകാല അസറ്റ്സ് ഉപയോഗിച്ച് ഹ്രസ്വകാല ലയബിലിറ്റീസിനെ നിറവേറ്റാനുള്ള ആ കമ്പനിയുടെ ആ ബിസിനസിന്റെ കഴിവിനെ സൂചിപ്പിക്കുന്നു. കറണ്ട് അസറ്റ്സിന്റെ ടോട്ടൽ വാല്യൂവിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസിന്റെ ടോട്ടൽ വാല്യൂ കുറച്ചാൽ കിട്ടുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി എന്താണ് കറണ്ട് അസറ്റ്സ് അഥവാ ഹ്രസ്വകാല ആസ്തികൾ എന്ന് പറയുന്നതും കറണ്ട് ലയബിലിറ്റീസ് അഥവാ ഹ്രസ്വകാല ബാധ്യതകൾ എന്ന് പറയുന്നതും? ഇൻവെന്ററി, ക്യാഷ്, ബാങ്ക് ബാലൻസ്, ക്രെഡിറ്റ് സെയിൽ നടത്തിയ വകയിൽ കസ്റ്റമേഴ്സിൽ നിന്നും കിട്ടാനുള്ള തുക, ഇവയെല്ലാം കൂടെ ചേരുന്നതാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ഈ കറണ്ട് ലയബിലിറ്റീസ് എന്നത് സപ്ലയേഴ്സിന് കൊടുക്കാനുള്ള തുക, അക്രൂഡ് എക്സ്പെൻസ്, അതായത് സാലറി പേയബിൾ, റെന്റ് പേയബിൾ, ടാക്സ് പേയബിൾ, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൽ നിന്ന് നമ്മൾ അഡ്വാൻസ് വാങ്ങിച്ച തുക നമ്മുടെ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നു. അതുപോലെ എന്തൊക്കെയാണ് പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ആവശ്യകത, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ കറണ്ട് അസറ്റ്സിൽ നിന്നും കറണ്ട് ലയബിലിറ്റീസ് കുറച്ചാൽ കിട്ടുന്നത് ഒരു പോസിറ്റീവ് സംഖ്യയാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. ഉദാഹരണത്തിന് ഒരു ബിസിനസിന്റെ കറണ്ട് അസറ്റ്സ് 1 lakh ആണെന്ന് ഇരിക്കട്ടെ, കറണ്ട് ലയബിലിറ്റീസ് 40,000 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്, അതായത് 1 lakh minus 40,000 is equal to 60,000. അപ്പോൾ അവിടെ അത് പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമുക്ക് പറയാം. പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഗുണങ്ങൾ: നമ്പർ 1, സ്മൂത്ത് ബിസിനസ് ഓപ്പറേഷൻ. ഒരു കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ സാലറി, റോ മെറ്റീരിയൽസ്, വാടക തുടങ്ങിയ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി നടക്കും. നമ്പർ 2, ഹാൻഡ്ലിംഗ് അൺഫോർസീൻ എക്സ്പെൻസസ്. ഒരു അർജന്റ് ഓർഡർ വന്നാൽ അത് ഫുൾഫിൽ ചെയ്യുവാനുള്ള ഫണ്ട് നമുക്ക് വേണം. ഒരു എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ആയി, അല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസ് വന്നു, അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, മാർക്കറ്റ് ചേഞ്ചസ്, കറൻസി ഫ്ലക്ച്വേഷൻസ്, ഇൻഫ്ലേഷൻസ്, ചേഞ്ചസ് ഇൻ ടാക്സ് ലോസ് എല്ലാം തന്നെ ബിസിനസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ മാനേജ് ചെയ്യുവാൻ സഫീഷ്യൻ്റായ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. നമ്പർ 3, ഇൻവെന്ററി മാനേജ്മെന്റ്. തടസ്സമില്ലാത്ത ഉൽപാദനത്തിനോ വിൽപ്പനയ്ക്കോ ആവശ്യമായ ഇൻവെന്ററി സ്റ്റോക്ക് ചെയ്യാൻ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. നമ്പർ 4, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. പുതിയ പ്രോഡക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്യുകയോ പുതിയ മാർക്കറ്റുകളിൽ പ്രവേശിക്കുകയോ ഒരു വലിയ ഓർഡർ വരികയോ പോലുള്ള ബിസിനസ് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ലിക്വിഡിറ്റി വളരെ അത്യാവശ്യമാണ്. ഇനി നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ നെഗറ്റീവ് ആണെന്നിരിക്കട്ടെ, അതായത് നിങ്ങളുടെ കറണ്ട് ലയബിലിറ്റി കറണ്ട് അസറ്റ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വളരെ മോശം സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ ദൈനംദിന ചെലവുകൾ മീറ്റ് ചെയ്യാൻ നിങ്ങൾ പാടുപെടുന്നുണ്ടാവും. സപ്ലയേഴ്സിന് പണം സമയത്ത് കൊടുക്കുവാൻ കഴിയില്ല, സാലറി ടൈമിൽ കൊടുക്കുവാൻ കഴിയില്ല, ലോൺ കൃത്യമായി അടയ്ക്കുവാൻ കഴിയില്ല, നിലനിൽപ്പിന് വേണ്ടി ചിലപ്പോൾ കൊള്ളപ്പലിശക്കാരുടെ കടമെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചർ ഉയരും. അത് ലോസിലേക്ക് നയിക്കുകയും തുടർന്ന് ക്യാപിറ്റൽ ശോഷണം ഉണ്ടാവുകയും ബിസിനസ് അടച്ചുപൂട്ടേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ബിസിനസിന്റെ ജീവനാഡിയാണ്. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ അത് മാനേജ് ചെയ്യുകയും വേണം. അതിന് നിങ്ങൾക്ക് മികച്ച ബിസിനസ് അക്കൗണ്ടന്റിന്റെയോ ബിസിനസ് അനലിസ്റ്റിന്റെയോ സേവനം ആവശ്യമാണ്. നിങ്ങളുടെ ബിസിനസിന്റെ നിലവിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും കൺസൾട്ടേഷനും പ്രാക്ടിക്കലായിട്ടുള്ള പരിഹാരം കാണുവാനും താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അടുത്ത ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.